السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മഹാന്മാരായ ഉലമാക്കളെ, ദീനിൻ്റെ കാവൽക്കാരും സഹായികളുമായ ഉമറാക്കളെ, ദീനിൻ്റെ ഏറ്റവും വലിയ ചൈതന്യവും ശക്തിയും പ്രതീക്ഷയുമായ യുവാക്കളെ, ദീനിൻ്റെ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ, ചെറുബാല്യക്കാരെ, ബഹുമാനമുള്ള സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ ദാസികളിൽ നമ്മെ ചേർത്തു തരട്ടെ. ഈ മജ്ലിസ് അള്ളാഹു തആല അവൻ്റെ ഇജാബത്ത് കൊണ്ടും വാസിഅത്തായ റഹ്മത്ത് കൊണ്ടും നിറച്ചു തരട്ടെ. അള്ളാഹു എമ്പാടും നമുക്ക് പൊറുത്തു തരട്ടെ. അല്ലാഹു തആല ഈ നാടിന് പ്രത്യേക ഖൈറ്, വാസിയായ ഖൈറിനെ ചൊരിഞ്ഞു തരട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു തരട്ടെ. എല്ലാവരുടെയും ദുആഇനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മുസീബത്തിനെ അല്ലാഹു തടഞ്ഞു തരട്ടെ. മക്കളെ അല്ലാഹു സ്വാലിഹാക്കി തരട്ടെ. ജോലിയില്ലാത്തവർക്ക് ഈ മജ്ലിസ് കാരണം അല്ലാഹു ഖൈറായ ജോലിക്ക് തൗഫീഖ് നൽകട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സുഖപ്രസവത്തിനും സ്വാലിഹായ മക്കൾക്കും തൗഫീഖ് നൽകട്ടെ. പെൺകുട്ടികൾക്ക് അല്ലാഹു ഈ മജ്ലിസ് കാരണം അവരെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാർക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല എല്ലാ വീടുകളിലും ഖൈറിനെ തുറന്നു തരട്ടെ. ഈ നാടിന് അല്ലാഹു പ്രത്യേകമായ അവൻ്റെ ഇനായത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ മദ്രസക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള ഈ മഹല്ലിൽ, ഒരുപാട് ഖൈറ് നടന്നിട്ടുള്ള ഈ മഹല്ലിൽ അതൊക്കെ ഏറ്റെടുത്ത് ഖിയാമത്ത് നാൾ വരെ ഈ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന സൽവൃത്തരായ ആളുകളെ അല്ലാഹു എന്നും നിറച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെ കുറഞ്ഞ സമയം മാത്രം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ അവസാനിപ്പിക്കും. റബീഉൽ ആഖിറിലെ വെള്ളി നക്ഷത്രങ്ങൾ എന്നാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മൊബൈല് ഓഫ് ചെയ്ത് വെച്ചാൽ നന്നായി. അത് ഇനി സൈലന്റിലായി അതിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധത്തിലായാലും അൽഹംദുലില്ലാ. ഏതായാലും അതിനിടയിൽ സംസാരിക്കുകയോ അതിൻ്റെ ശബ്ദം പുറത്തു വരികയോ ചെയ്യരുത്.
പറയുന്നത് അതിൻ്റെ വൃത്തിയിലും വളരെ ശ്രദ്ധയിലും ഇരുന്ന് മനസ്സിലാക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഒരു ഇൽമ് പറയുന്ന മജ്‌ലിസിൽ 1 മണിക്കൂർ ഇരിക്കുക എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതെന്തുകൊണ്ട്? അത് മനുഷ്യന്റെ ചിന്തയും അവന്റെ എല്ലാം നന്നാക്കിയെടുക്കാൻ ഇൽമിനെ കഴിയൂ എന്നതാണ്. ആ ഒരു തൗഫീഖ് അല്ലാഹു ഈ മജ്‌ലിസിന് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഫാത്തിഹ സൂറത്താണ് ഖുർആനിന്റെ മർമ്മം. അത് മറ്റു 113 സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അധ്യായമാണ്. എന്താണ് ആ സൂറത്തിന്റെ പ്രത്യേകത? ആ സൂറത്ത് അതിന്റെ മഹത്വം കാരണം ദിനേന 17 തവണ ഓതാൻ നിർബന്ധിക്കപ്പെട്ട സൂറത്താണ്. മറ്റുള്ള സൂറത്ത് പോലെയല്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ മഹാലക്ഷ്യമാണ് അതിനെ ഒരു ദിവസം 17 തവണ ഓതാൻ പ്രേരിപ്പിച്ചത്. 17 എന്നതിൽ പോലും എന്തൊക്കെയോ അത്ഭുതങ്ങൾ അടങ്ങിയിരിക്കാതെ അള്ളാഹു അങ്ങനെ കൽപ്പിക്കുകയില്ല. കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എന്തും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കണക്കാണ്. എല്ലാത്തും അള്ളാഹുവിന്റെ അടുക്കൽ കണക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് 19 അക്ഷരങ്ങളാണ്. മുദ്ദസിർ സൂറത്തിൽ പറയുന്നത് അലൈഹാ 19, നരകം കാക്കാനുള്ള മലക്കുകളും 19 എന്നതാണ്. അപ്പോൾ ബിസ്മിയും നരകവും തമ്മിലുള്ള വിഷയം എന്ത്? ബിസ്മിയെ ദായിമാക്കുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നരകം കാക്കുന്ന മലക്കുകൾ 19, ബിസ്മിയുടെ അക്ഷരവും 19. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കണക്കാണ്. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട 17 റക്അത്തിലായി ഒരു ദിവസം 17 തവണ ഓതാൻ നിർബന്ധിച്ചിട്ടുള്ള അധ്യായമാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹ. എന്നാൽ 113 സൂറത്തുകൾ അങ്ങനെയല്ല. ഓതിയാൽ നല്ലതാണ്. യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. അത് ഓതിയാൽ കൂലിയുണ്ട്, ഓതിയില്ലെങ്കിൽ ശിക്ഷയില്ല. നമ്മൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം. എന്താണ് ഫാത്തിഹയ്ക്ക് ഇത്ര വലിയ ഒരു പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഫാത്തിഹ മനുഷ്യന്റെ ലക്ഷ്യത്തിന് വേണ്ടി ലക്ഷ്യത്തെ പഠിപ്പിക്കുന്ന സൂറത്താണ്. എന്താ ലക്ഷ്യം? ലക്ഷ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങൾക്ക് വെളിച്ചം നൽകണം എന്നതാണ്. അതാണ് മനുഷ്യന്റെ ലക്ഷ്യം. ഹിദായത്ത്, ഈമാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്റെ മർമ്മം എന്നത് ഹിദായത്താണ്, ഈമാനാണ്. നിസ്കാരമല്ല, നോമ്പല്ല. അതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മർമ്മമായ സംഗതിയല്ല. നിസ്കാരം ഒരു മർമ്മപ്പെട്ട കാര്യമല്ല. ഈമാൻ എന്ന ഹിദായത്ത് ഉണ്ടെങ്കിൽ നിസ്കാരം മർമ്മമാണ്, അല്ലെങ്കിൽ നിസ്കാരം ഒരു മർമ്മമല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹിദായത്ത് എന്ന സംഗതി ഉണ്ടെങ്കിൽ, റൂഹിനും ജസദിനും ഹിദായത്ത് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ നിസ്കാരം മർമ്മപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിലോ അതിലൊരു കാര്യവുമില്ല. അത് ഖറമാദിൻ ഇസ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫിൻ. ഈമാൻ ഹിദായത്തില്ലാത്ത അമലുകൾ, ഈമാനും ഹിദായത്തുമില്ലാത്തവന്റെ അമലുകൾ അത് കറമാദിൻ വെണ്ണീർ പോലെയാണ്. ഇസ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫിൻ. കൊടുങ്കാറ്റിന്റെ നാളിൽ കാറ്റ് പിടികൂടിയ വെണ്ണീർ പോലെയാണ് ഈമാനും ഹിദായത്തുമില്ലാത്തവന്റെ അമലുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. പറയുന്നത് തന്നെ മനസ്സിലാക്കണം. നിസ്കാരം ഒന്നുമല്ല എന്ന് ഖാസ്മി പറഞ്ഞു പോയി എന്ന് പറയരുത്. അത് നിസ്കാരം കാര്യമാകും എപ്പോൾ? ഈമാനുണ്ടെങ്കിൽ. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ബസ്സിന് സങ്കല്പിക്കി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ സങ്കല്പിക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1055, 1055, 65 ആളുകളുള്ള ബസ്, 95, 105 ആളുകളുള്ള ബസ് ഒന്നായിട്ട് ആക്സിഡന്റിൽപ്പെട്ട്
ഉള്ളവരെ മുഴുവനും പിടിച്ച് വണ്ടിയിലാക്കി ജീപ്പിലാക്കി അടിച്ച് കയറ്റി നേരെ കൊണ്ടുപോയി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 90 ആളുകളെയും സ്ട്രെച്ചറിൽ കടത്തിയാൽ എന്താണ് ഡോക്ടർമാർ ചെയ്യുക? ഡോക്ടർമാർ ആദ്യം ആർക്കൊക്കെ നാടിമിടിപ്പുണ്ട് എന്ന് പരിശോധിക്കും. അല്ലാതെ എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയല്ല ചെയ്യുക. എല്ലാവർക്കും കൂടി മരുന്ന് കൊടുത്താൽ മരുന്നാണ് പോകുന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ആർക്കൊക്കെ ജീവനുണ്ടോ അവർക്ക് മരുന്ന് കൊടുക്കും. അല്ലാത്തവരെ മോർച്ചറിക്ക് പാക്ക് ചെയ്യലാണ് നല്ലത്. അവർക്ക് മരുന്ന് കൊടുത്താൽ, അല്ലെങ്കിലോ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ ജീവല്ലാത്തതിന് മരുന്ന് കൊടുത്തിട്ട് വെറുതെ ആ മരുന്ന് കളയുന്നത് എന്തിനാണ് എന്നതുപോലെയാണ് നിസ്കാരവും ഹിദായത്തും തമ്മിലുള്ള ബന്ധം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ഹിദായത്തും ഈമാനും ഉള്ളവർക്ക് അമൽ ഉപകരിക്കും. ഹിദായത്തും ഈമാനും ഇല്ലെങ്കിൽ അമൽ ഒരു നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ മർമ്മം എന്താണ്? മർമ്മം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. മർമ്മം ഹിദായത്താണ്, അല്ലാതെ ഒന്നുമല്ല. ചിന്തിക്ക് മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി അവസാനത്തെ ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കാരത്തെ പറ്റി ഖുർആനിലെ അവസാനത്തെ ആയത്ത് പല നിസ്കാരക്കാർക്കും നരകമാണ് എന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഈമാനില്ല. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് ഈമാനില്ലാത്തവന്റെ നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മർമ്മം എന്ന് പറഞ്ഞാൽ ഹിദായത്താണ്, ഈമാനാണ്. ഇതാണ് മർമ്മം. ഇതിനപ്പുറം ഒന്നും മർമ്മല്ല. അത് പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹ അതിന്റെ ഏറ്റവും വലിയ ആയത്തുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഇത് ഞാൻ പ്രത്യേകം ഇത് പറയാനൊരു കാരണവും ഉണ്ട്. എന്താണ് കാരണം? കാരണം ഇത് ആഖിർ സമാനാണ്. ആഖിർ സമാനിൽ എല്ലാം അട്ടിമറിയും എന്ന് പുണ്യ റസൂൽ. പുരുഷരൂപം പൂണ്ട സയ്യിദുനാ ജിബ്രീൽ മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, മതസാ, എന്നാണ് പുണ്യനബിയെ ഖിയാമത്ത് നാള്? അപ്പോൾ മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഉലമ മിനസ് സാഇൽ. ചോദിക്കുന്നവനേക്കാൾ വലിയ വിവരമൊന്നും ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടവനുമില്ല എന്ന് പുണ്യ റസൂൽ. അപ്പോൾ പറഞ്ഞു, ഫഅല്ലിംനി ബിഅമാറാതിഹാ, എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളം ഒന്ന് പറഞ്ഞു തരൂ. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുസ്തഫ നബിയുടെ മറുപടി, അൻതലിദൽ അമതു റബ്ബതാഹാ, അൻതലിദൽ അമതു റബ്ബതാഹാ, അൻതലിദൽ അമതു റബ്ബതാഹാ, അൻതലിദൽ അമതു റബ്ബതാഹാ. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിക്കലാണ് എന്ന് പുണ്യ റസൂൽ. ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? ഈ അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിക്കുക എന്ന വാക്കിന്റെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി അടക്കം രേഖപ്പെടുത്തിയതായി കാണാം. ഇൻഖിലാബുൽ മൂരി, കാര്യങ്ങൾ അട്ടിമറിയുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ അടിമപ്പെണ്ണെന്നോ പ്രസവിക്കുക എന്നോ ഒന്നല്ല അതിന്റെ അർത്ഥം പ്രസവിച്ചവൾ ഉടമയും കുട്ടി അടിമയുമാകലാണ് ലോകത്തിന്റെ പൊതുരീതിയെങ്കിൽ, ഖിയാമത്ത് നാളായാല് പ്രസവിച്ചവൾ അടിമയും കുട്ടി ഉടമയുമാകും എന്ന് പറഞ്ഞാല് ഒക്കെ അട്ടിമറിയും. നല്ലതൊക്കെ ചീത്തയായി ജനം മനസ്സിലാക്കും, ചീത്തയൊക്കെ നല്ലതായി ജനങ്ങൾ മനസ്സിലാക്കും. പ്രധാനമൊക്കെ ജനങ്ങൾ അപ്രധാനമായി മനസ്സിലാക്കും, അപ്രധാനമെല്ലാം ജനങ്ങൾ പ്രധാനമായി മനസ്സിലാക്കും. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരി അടക്കം രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ അമലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കാണാം. ഉദാഹരണം തബ്ലീഗ് ജമാഅത്ത് തന്നെ. തബ്ലീഗ് ജമാഅത്ത് അതിൽപ്പെട്ട ഒരു സംഘടനയാണ്. വളരെ വഞ്ചിതനായി പോയ ഒരു ജനതയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വഞ്ചിതനായി പോയ ആളുകളാണ് തബ്ലീഗ് ജമാഅത്തുകാർ. അവർക്ക് ഈമാനിൽ യാതൊരു പിടുത്തവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സുന്നിയായാലും വേണ്ടില്ല, മുജാഹിദായാലും വേണ്ടില്ല, ജമാഅത്തായാലും വേണ്ടില്ല, നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും എന്ന് വിചാരിക്കുന്ന പമ്പര വിഡ്ഢി ശിരോമണികളാണ്
ആ സാധുക്കൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ബഹുമാനപ്പെട്ട ദീനിന്റെ രീതിയുമല്ല എന്നും വളരെ താഴ്മയായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ദീനിന്റെ മർമ്മം എന്നാൽ അത് അമലല്ല. ദീനിന്റെ മർമ്മം ഹിദായത്താണ്, ഈമാനാണ്. ഈമാനുണ്ടെങ്കിൽ ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. എവിടുന്നാണ് ഈമാൻ കിട്ടുക? എവിടുന്നാണ് ഈമാൻ കിട്ടുക? ഈമാൻ നിസ്കരിച്ചുകൊണ്ട് കിട്ടൂല, നോമ്പോറ്റുകൊണ്ട് കിട്ടൂല, ഖുർആൻ ഓതിയോണ്ട് കിട്ടൂല, ഒന്നും കിട്ടൂല. ഈമാൻ കിട്ടൂല. ഈമാൻ കിട്ടിയവർക്ക് ഇതൊക്കെ ഉപകരിക്കും, അത്രയേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഈമാൻ കിട്ടിയവർക്ക് നിസ്കരിച്ചാൽ ഉപകാരം ഉണ്ടാവും. ഈമാൻ കിട്ടിയവർക്ക് നോമ്പോറ്റാൽ നിസ്കാരത്തെ പറ്റിയ ഖുർആനിൽ അൽ ബഖറ തുടങ്ങിയിട്ട് 3-ാമത്തെ ആയത്താണ് നിസ്കാരത്തെ പറ്റി പറഞ്ഞത്. എന്നാൽ ഹിദായത്ത് ഫാത്തിഹ സൂറത്ത് തന്നെ പറഞ്ഞു. ഫാത്തിഹ സൂറത്തിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല. മൊത്തത്തിൽ ഇയ്യാക നഅ്ബുദു എന്നൊരു ചെറിയ വാക്ക് പറഞ്ഞു, അത്ര തന്നെ. എന്നാൽ ഹിദായത്ത് വിശദീകരിച്ചു. നോമ്പിനെ പറ്റിയ ഖുർആനിൽ നോമ്പിനെ പറ്റി പറഞ്ഞത് അൽ ബഖറയിൽ 183-ാമത്തെ ആയത്താണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞത് ആല ഇമ്രാനിലാണ്. ചിന്തിക്ക്. എന്നാൽ ഹിദായത്തും ഈമാനും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഫാത്തിഹ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ കൽപ്പിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെന്താണെന്നാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഹിദായത്താണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ആളുകളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ താഴേക്ക് പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, നിങ്ങൾ താഴേക്ക് പോവുക. താഴെ ചെന്നാൽ നിങ്ങൾക്ക് ഈമാന്റെ ഒരു ഹിദായത്തിന്റെ അവസ്ഥ കിട്ടും. ഹിദായത്തുമായി വന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് ഖുർആൻ അല്ലാഹു പറഞ്ഞു സയ്യിദുനാ ആദം. അങ്ങനെ ഹിദായത്തിന് വേണ്ടിയാണ് ആദം നബിയും മക്കളും ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതാണ് ചിന്തിക്ക്. ഹിദായത്ത് എവിടുന്നാ കിട്ടുക? ഹിദായത്ത് സമം ഈമാൻ. ഹിദായത്ത് സമം ഈമാൻ. ഹിദായത്തുള്ള ഒരാൾക്ക് നരകമുണ്ട് എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല. ഖുർആനിൽ എവിടെയും പറഞ്ഞത് ഹിദായത്തുണ്ടോ ഈ സ്വർഗം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് എന്ന മുഅ്മിനീങ്ങൾ, ഹിദായത്തുള്ളവർ മുഅ്മിനീങ്ങൾ, അവർക്ക് സ്വർഗം ഉണ്ടാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി ഇത് എവിടുന്നാ കിട്ടുക? ഹിദായത്ത് എവിടുന്നാണ് കിട്ടുക എന്നത് ബഹുമാനപ്പെട്ട ഫാത്തിഹ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് സൂറ. ദേശം മുന്നേക്ക് കയറി എന്നോളൂ. ബാക്കിൽ ആളുകൾക്ക് ഒഴിവില്ല എന്ന് പറയുന്നു. ഒന്ന് കയറി ആ കസേരയും കൊണ്ടുവന്ന് വന്നാൽ മതി. കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇടാം, ഇങ്ങോട്ടൊക്കെ ഇടാം. ഒരു 10 കസേര ഇവിടെ ഇട്ടാളി. ഒരു 10 കസേര അവിടെ നിന്ന് അങ്ങോട്ട് വരി. ഒരു 10 സ്റ്റൂളോ കസേര ഇവിടെ ഇട്ടോളൂ. ചൂടുവെള്ളം കിട്ടിയ കുറച്ച് സ്റ്റൂൾ ഇവിടെ ഇട്ടാളെ. കുട്ടികളെ ഇവിടെ അങ്ങനെ ഇട്ടാളെ. അവരെ ഇവിടെ എത്താൻ പോലെ സ്ഥലം ഒഴിഞ്ഞില്ലേ? അവിടെയൊക്കെ ഇട്ടാളെ. അവിടെയൊക്കെ ഇട്ട് ഇവിടെ ഇട്ടോളി. ഞാൻ അവിടെ ഒന്നും സ്ഥലമില്ലെങ്കിൽ കുറച്ചാൾക്ക് സ്റ്റേജിന്മേലും കാര്യം കുത്തിരിക്കാൻ, അതൊന്നും പ്രശ്നമില്ല. മേനും താഴെയൊക്കെ കണക്ക് തന്നെ. അടുപ്പിച്ചിട്ട് അവിടെ ബാക്കിലുള്ള ആളുകൾക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഇട്ടാളി. ഒരു 10 ആളോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇവിടെ ഇട്ടോളി. ഒരു 10 ആളോട് ഇങ്ങോട്ട് വരാൻ പറയാം. സ്ഥലം അല്ലെങ്കിൽ 10 ആളോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇങ്ങോട്ട് പറയാം. ഇവിടെ ഉണ്ടല്ലോ സ്ഥലം.
കേറിയിരിക്കി. ശബ്ദം ഉണ്ടാക്കാതിരിക്കും, അച്ചടക്കമായിരിക്കും. മുഅ്മിനീങ്ങളെ, ഇത് റൂട്ട് ഇങ്ങനെ പറഞ്ഞെന്നാൽ അവസാനിപ്പിക്കും, നീട്ടിയൊന്നും പറയൂല. റൂട്ട് ഇങ്ങനെ പറയുക, അവസാനിപ്പിക്കും. ഒരു ഉപകാരം ഉണ്ടാവണം. ഒരു വയറിൽ കഴിയുമ്പോഴത്തേന് മനുഷ്യന്മാർക്കൊരു ഉപകാരം കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈമാൻ കിട്ടാനുള്ള ഒരു ബുക്ക് വായിച്ചുകൊണ്ട് ഈമാൻ കിട്ടൂല. അത് ഖുർആനാണെങ്കിൽ പോലും വളരെ ചിന്തിക്കണം. അതിന് ഖുർആൻ ഒരാളാണ് വായിച്ചു നിൽക്കുക, എന്നാലും ഖുർആന്റെ അർത്ഥമൊക്കെ പഠിച്ചു നിൽക്കുക, എന്നാലും ഈമാൻ കിട്ടൂല. കിട്ടിക്കൊള്ളണം എന്നില്ല. ഈമാൻ കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്? അത് കറാത്ത് മറാത്ത് മേലെയും താഴെയും പഠിച്ചവനായിരുന്നു ചേകനൂര്. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. അയാൾ 5 നിസ്കാരത്തിനെ 3 ആക്കി. കുറച്ചും കൂടി ഉണ്ടാകുകയാണെങ്കിൽ ബാക്കിയും തീർത്തിരുന്നു. 2 സുജൂദിനെ 1 ആക്കി. സുജൂദ് 2 വേണ്ട, കാരണം വസ്ജുദു വർക്കഉ മഅറാക്കിഈൻ എന്നാണ് അവസാനത്തെ ലേഖനം. വസ്ജുദു വർക്കഉ മഅറാക്കിഈൻ, സുജൂദും റുക്ഉം ഖുർആനിൽ ഒരുപോലെ പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ നിസ്കാരം തെറ്റാണെന്നാണ് അവസാനത്തെ ചേകനൂരിന്റെ ഫത്വ. വസ്ജുദു വർക്കഉ മഅറാക്കിഈൻ, സുജൂദും റുക്ഉം ഖുർആനിൽ ഒരുപോലെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഒന്നിരിക്കൽ റുക്കൂഇനെ 2 ആക്കണം, അല്ലെങ്കിൽ സുജൂദിനെ 1 ആക്കണം. 2 ഒരുപോലെ പറഞ്ഞു. അതാണ് ചേകനൂരിന്റെ വാദം. ഖുർആനാകെ കലക്കി കുടിച്ച ഒരാളായിരുന്നു ചേകനൂര്. ഖുർആൻ കൊണ്ട് വാദപ്രതിവാദം നടത്തിയ ആളാണ് ചേകനൂര്. ആയുസ് മുഴുവനും ഹിദായത്ത് കിട്ടൂല. ഖുർആൻ കൊണ്ട് വെല്ലുവിളിച്ച് വാദപ്രതിവാദം നടത്തിയ ആളാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അതുകൊണ്ടൊന്നും കിട്ടൂല. അതൊക്കെ ഹിദായത്ത് കിട്ടിയവർക്ക് നല്ലതാണ്. ഖുർആൻ ഓതൽ നല്ലതാണ്, നിസ്കരിക്കൽ നല്ലതാണ്, നോമ്പ് വെൽക്കൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ അതുകൊണ്ട് അത് കിട്ടും എന്നൊന്നും ആരും വിചാരിക്കേ വേണ്ട. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ എവിടുന്നാണ് ഹിദായത്ത് കിട്ടുക? ഹിദായത്തിന് അള്ളാഹു തആല ഫാത്തിഹ സൂറത്ത് തന്നെ പറഞ്ഞു, സിറാത്തുല്ലദീന അൻഅംത അള്ളാഹു നിഅമത്ത് ചെയ്ത മനുഷ്യന്മാരെ തുടർന്നാൽ ഹിദായത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൽ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ചേകനൂരിന് പേച്ചത് എവിടെയാണ്? ഈ തുടർച്ച മുറിഞ്ഞുപോയി. ഈ തുടർച്ച ഒഴിവാക്കിയപ്പോൾ ചേകനൂര് നശിച്ചു. ഈ തുടർച്ച ഒഴിവാക്കിയപ്പോൾ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നശിച്ചു. ആരൊക്കെ നശിച്ചോ അവരൊക്കെ നശിച്ചു. അള്ളാഹു നിഅമത്ത് ചെയ്ത മഹാന്മാരെ ഒഴിവാക്കിയപ്പോൾ നശിച്ചു. ഫാത്തിഹ സൂറത്ത് പറഞ്ഞ ഖുർആൻ ഓതിക്കോളി എന്നല്ല, ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് ഫാത്തിഹ. ആ ഫാത്തിഹ പോലും പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഓതിക്കോളി എന്നല്ല. ഖുർആനെ പറ്റി പറഞ്ഞത് ആദ്യമായി പറയുന്നത് അൽ ബഖറയിലാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഇങ്ങനെ ഖുർആനെ വിശദമായി പറഞ്ഞു. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് ഓറലായി തുടക്കത്തിൽ പറഞ്ഞു. ചുരുക്കത്തിൽ അൽ ബഖറയിലാണ് ഖുർആനെ പറ്റി സംസാരിക്കുന്നത്. എന്നാൽ ഹിദായത്തിനെ പറ്റി പറഞ്ഞത് ഫാത്തിഹ സൂറത്തുല്ലദീന അൻഅംത അലൈഹിം. ഹിദായത്ത് വേണ്ടവരെ അള്ളാഹു നിഅമത്ത് ചെയ്തവരോട് തുടർന്നുകൊള്ളുക. അള്ളാഹു നിഅമത്ത് ചെയ്തവരോട് തുടർന്നാൽ ഹിദായത്ത് കിട്ടും. അവൻ ഖുർആൻ കണ്ടാലും വേണ്ടില്ല, കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല. നിസ്കരിക്കാൻ നേരം കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല. നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം അവൻ്റെ ജോലി തിരക്ക് കാരണം നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല എന്നല്ല. നിസ്കാരം ഫർളാകുന്നതിന് മുമ്പ് മരിച്ചുപോയ സ്വഹാബികളുണ്ട് റളിയല്ലാഹു അൻഹും. ശ്രദ്ധിക്കേ. നിസ്കാരം ഇങ്ങോട്ട് നോക്ക്. നിസ്കാരം ഫർളാകുന്നതിന് മുമ്പ് മരിച്ചുപോയ സ്വഹാബികൾ ഉണ്ട്. അവർ 1-ാം പാർട്ടിക്കാരാണ് സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അവർ നിസ്കരിച്ചിട്ടൊന്നുമില്ല. കാരണം നിസ്കാരം ആ കാലഘട്ടത്തിൽ ഫർളല്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഹിദായത്തുണ്ട്. എങ്ങനെ ഹിദായത്ത് കിട്ടി?
ലോകത്ത് അള്ളാഹു നിഅമത്ത് ചെയ്തവരുടെ നേതാവായ മുത്തുനബിയത്തോട് തുടർന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബസ് അത് തന്നെ വർത്താനം, കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. തല നേരെ നിൽക്കണം. തല പല കോലത്തിൽ പോകും. തല നേരെയാണെന്ന് നമ്മൾ നിയത്ത് ചെയ്തുകൊണ്ട് തല നേരെയാവില്ല. അത് അള്ളാഹു തൗഫീഖ് തരണം. അത് വളരെ ചിന്തിക്കണം. ഇതൊക്കെ പറഞ്ഞാലും തല നേരെയാവില്ല ചില ആളുകൾക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൊല്ലത്തോളമായി അള്ളാഹിന്റെ സഹായത്താൽ ഖുർആന്റെ ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ആൾ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ, ഈ അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റാതെ ഖുർആൻ ഓതിയാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. യുളില്ലു ബിഹി കസീറൻ, അതുകൊണ്ട് പിഴച്ചു പോകുന്നേ ഉള്ളൂ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കി, നിസ്കാരം ഫർളാവുന്നതിന് മുമ്പ് മരിച്ചുപോയ എത്രയോ സ്വഹാബികളുണ്ട്. അവർക്ക് സ്വർഗത്തിൽ വലിയ പദവിയുമുണ്ട്. എന്തും എന്നാൽ അവർ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്ക് ഹിദായത്തുണ്ട്. അതെവിടുന്ന് കിട്ടി? അത് അള്ളാഹു നിഅമത്ത് ചെയ്തവരുടെ നേതാവായ മുത്തുനബിയുടെ മുഖത്തുനിന്ന് കിട്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ വളരെ ചിന്തിക്കണം. ചിന്തിക്കി ഇങ്ങനെ ഏത് അമൽ പരിശോധിച്ചാലും അങ്ങനെയാ. ചിന്തിക്ക. റമളാൻ 17 ഹിജ്റ 2-ാം കൊല്ലം റമളാൻ 17 അവർ ഷഹീദായി. ഒരിക്കലെങ്കിലും ഖുർആൻ ഖത്തം നട. പക്ഷേ സ്വർഗത്തിൽ 1-ാമത്തെ തട്ടിൽ അവരാണ്. എന്തോ തങ്ങളിൽ നിന്ന് അവര് നബിയുടെ മുഖത്ത് നിന്ന് ആ പ്രകാശം അവർക്കാണ് കിട്ടി. സിറാത്തുല്ലദീന. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനതിന്റെ ചെറിയ സാമ്പിളാണ് പറഞ്ഞ. അതിന്റെ വിശദീകരണം ഇനിയും എത്രയോ പറയാനുണ്ട്. ചിന്തിക്കി. അപ്പോൾ മർമ്മം എന്താ? ഇതൊക്കെ നല്ലതല്ലേ? എല്ലാം നല്ലതാ. ഖുർആനോടിയ വലിയ കൂലിട്ടും അതിനകത്ത് ഹിദായത്ത് ഉണ്ടാവണം. നിസ്കരിച്ച വലിയ കൂലിട്ടും അതിനകത്ത് ഹിദായത്ത് ഉണ്ടാവണം. നോമ്പോറ്റിയ വലിയ കൂലിട്ടും ഹിദായത്ത് ഉണ്ടാവണം. ഹജ്ജ് ചെയ്താൽ കൂലിട്ടും ആദ്യം ഹിദായത്ത് ഉണ്ടാവണം. ഗുരുനാനാക്ക് വേഷപ്രച്ഛന്നനായി പോയിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് ഗുരുകേന്ദ്ര സാഹിബ് എഴുതിയത്. അയാളാണ് സിഖ് മതം സ്ഥാപിച്ചത്. സ്വർഗം കിട്ടുമോ? അതുകൊണ്ട് എന്ത് ചെയ്ത്? വേഷപ്രച്ഛന്നനായി മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് ഗുരുകേന്ദ്ര സാഹിബ് എഴുതിയത്. അതാണ് അവരുടെ മാനിഫെസ്റ്റോ. ഇതൊക്കെ റഹ്മത്തുള്ള വെറുതെ പറയല്ല, മർമ്മം പറയാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ടൊന്നും ഹിദായത്ത് കിട്ടൂല. ഹിദായത്ത് കിട്ടണമെങ്കിൽ അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റുക, അല്ലാതെ ഒരിക്കലും രക്ഷപ്പെടുകയില്ല പറഞ്ഞു. ചിന്തിക്ക്. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ ഇങ്ങോട്ട് കേട്ടോളൂ. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ 4 കൂട്ടരാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇതാണ് അല്ലാഹു നിഅമത്ത് ചെയ്ത കൂട്ടർ. 4 കൂട്ടരാണ്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു നിഅമത്ത് ചെയ്ത കൂട്ടർ 4 എണ്ണമാണ്. നബിമാർ, സിദ്ദീഖീങ്ങൾ അഥവാ ഔലിയാക്കന്മാർ, പിന്നെ ശുഹദാക്കൾ, പിന്നെ സാലിഹീങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിനെ ഞാൻ 2ആക്കി ഭാഗിക്കാൻ പോവാണ്. ഈ 4 കൂട്ടരെ ഞാൻ 2ആക്കുകയാണ്. ആദ്യത്തെ 2ഉം അവസാനത്തെ 2ഉം. ഒന്ന് നബി, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾക്കാം. ഒന്ന് നബിമാര്, ഔലിയാക്കൾ എന്ന കൂട്ടര് ആലമുൽ അർവാഹിൽ വെച്ച് നന്നായി ഭൂമിയിൽ വന്നവരാണ്. അവർ ഭൂമിയിൽ വന്നിട്ട് നന്നായവരല്ല, അവർ നന്നായി വന്നവരാണ്. 3-ാമത്തെ കൂട്ടർ ശുഹദാക്കളാണ്. അതിനൊരു പഠിപ്പൊന്നുമില്ല, അതൊരു തൗഫീഖാണ്. അത് ഷഹീദാവുക എന്നുള്ളതൊരു തൗഫീഖാണ്. അത് ആർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റൂല, മരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിനൊരു പ്രത്യേക പറയാൻ പറ്റൂല. ഷഹീദവന് പായ കിടന്ന് മരിച്ച്. എന്നാൽ ഖാലിദിനോടുകൂടെ യുദ്ധത്തിനിറങ്ങിയ പല സ്വഹാബികളും അരനായിക നേരം യുദ്ധം ചെയ്തപ്പോഴത്തിന് ഷഹീദായും മരിച്ചു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പൊരേ കിടന്ന് ഷഹീദാ, പായെ കിടന്ന് മരിക്കുമ്പോ കരയ ഒട്ടകം കരയും പോലെ കരഞ്ഞു എന്നാണ് ചില താരീഖിലുള്ളത്. എന്തിന് കരഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് നിങ്ങളൊക്കെ കരയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ. ആര്? സയ്യിദ്ന ഖാലിദ്. എന്നാൽ ഖാലിദിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ,
ഖാലിദിന്റെ തടിയില് വമാഖി ബദനിഹി ഇല്ലാ വഫീഹി ലർബത്തുൻ മിൻ സൈഫിൻ ഔ തഅനത്തുൻ മിൻ റുംഹിൻ, വാളിന്റെ വെട്ടോ കുന്തത്തിന്റെ കുത്തോ തട്ടാത്ത ഒരു സ്ഥലം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ തടിയിൽ ഇല്ല. ഹത്താ ഫീ അഅ്ളാഇൽ മസ്തൂറ, മറച്ചു പിടിച്ചു കൊണ്ടു നടക്കുന്ന അവയവങ്ങളിൽ വരെ കുത്ത് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഖാലിദ് റളിയല്ലാഹു അൻഹു വരെ കിടന്ന് വെച്ച്. എന്നാൽ ഖാലിദിന്റെ കൂടെ അരനാഴിക നേരം യുദ്ധം ചെയ്ത പല സ്വഹാബികളും ഷഹീദായും മരിച്ചു. അപ്പൊ ഷഹീദിന് ഒരു പഠിപ്പൊന്നുമില്ല, അതൊരു തൗഫീഖാണ്. നാലാമത്തെ കൂട്ടര് സ്വർഗക്കാരായ നാലാമത്തെ കൂട്ടര് സാലിഹ്യങ്ങളാണ്. സാലിഹ്യങ്ങൾ ആരെന്നാൽ ഒന്നും രണ്ടും വിഭാഗത്തെ പിമ്പറ്റി ജീവിക്കുന്നവർക്കാണ് സാലിഹ്യങ്ങൾ എന്ന് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലേക്കുള്ള മൊത്തം കാറ്റഗറി 4, ബാക്കി അള്ളാഹിന്റെ മഹൽ ഫളലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് ചേർക്കട്ടെ. കൂടുതലൊന്നും വർത്താനം പറയേണ്ടയില്ല, അത് കുറഞ്ഞ വാക്കുകൊണ്ട് തിരിയും, എളുപ്പം മനസ്സിൽ. രണ്ടും കൂട്ടർ നന്നായി വന്നവരാണ്, വന്ന നന്നായവരല്ല, നന്നായി വന്നവരാണ്. ഒരു ഉദാഹരണം പറയാം. അവരിവിടെ വന്നിട്ട് മദ്രസയിലൊക്കെ ചേർത്ത് പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, 5ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വേറെ കിട്ടി, ആ 7ാം ക്ലാസ്സിലെ വേറെ പൊതുപരീക്ഷയും കഴിഞ്ഞ്, പിന്നെ 10ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷയും കഴിഞ്ഞ് അതിനൊക്കെ കുറെ ക്ലാസ്സും മറ്റുമൊക്കെ അവാർഡ് കിട്ടി. പിന്നെ എന്താണ് ഞാൻ തെളിവ് പറഞ്ഞുതരാം, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഉമ്മ പ്രസവിക്കുമ്പോൾ നബി സുജൂദിലാണ് പ്രസവിച്ചു വീണത്. പുണ്യ റസൂൽ. സുജൂദ് പഠിക്കണമെങ്കിൽ നമുക്ക് 4ാം ക്ലാസ്സിലെത്തണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ സുജൂദ് പുണ്യ റസൂലോ, പുണ്യ റസൂൽ നന്നായി വന്നാളാ. ആലമുൽ അർവാഹിൽ വെച്ച് പണിയെടുത്തിട്ട് ഇവിടെ വന്നതാ. ഇവിടെ വന്നിട്ട് പണി തുടങ്ങിയത് അല്ല. അവിടെ തന്നെ അവർക്ക് പണിയാ, അവിടെ തന്നെ പണിയാ. നമ്മൾ ഇവിടെ മദ്രസയിൽ പോയി തല്ല് കിട്ടി, ഉസ്താദിന്റെ കിട്ടി, പിന്നെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് വേറെ തല്ല് കിട്ടി. നമ്മൾ നന്നായി വന്നോയോരല്ല, വന്നിട്ട് നന്നാകാൻ നോക്കുന്നവരാണ്. നന്നായാൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റൊരു നന്നായി വന്നവരാ. മിനൻ നബിയീന വസ്സുദ്ദീഖീൻ, നബിമാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും അവർ ആലമുൽ അർവാഹിലെ നന്നായവരാ. അവരെയാണ് തുടരേണ്ടത്. ചിന്തിക്ക്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഓഹോ, അന്ന് ജിബ്രീൽ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നന്നായതല്ല, അവിടെ നിന്നേ നന്നായ ആളാണ് പുണ്യ റസൂൽ. ഉറക്കപ്പറ പുണ്യ. അന്ന് നിങ്ങൾ തല കൊടുത്തിട്ട് ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. മറ്റു പാർട്ടികളിലൂടെ പിന്നാലെ നടക്കുന്ന ആളുകൾ ഞങ്ങൾ സമസ്തക്കാര് വിഡ്ഢികളാണെന്ന് വിചാരിക്കണ്ട. പടച്ച തമ്പുരാന്റെ സ്വർഗം കിട്ടണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ അവലംബിച്ചോ, അല്ലാത്ത മാർഗം പൊളി മാർഗമാണ്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചോ, ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ ജനിച്ച അന്ന് പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്. എന്താ? ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا. سيدنا عيسى قال إني عبد الله, ഞാൻ അല്ലാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി വന്ന ആളാ. മദ്രസയിൽ ചേർത്തിട്ടില്ല, അന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ. ആരെ പറയും മനുഷ്യന്മാരെ? ആരെ? അതാണ് ഞങ്ങളോട് പറഞ്ഞത്. അവരിവിടെ വന്നിട്ട് നന്നായോരല്ല, നന്നായിട്ട് വന്നവരാണ്. അവരെ തുടർന്നവരെ നന്നാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഔസാനി ബിസ്സലാത്തി, എനിക്ക് നിസ്കരിക്കണം എന്നേത് പറഞ്ഞത്? 5ാം ക്ലാസ് വാസായിട്ടല്ല. പറയും മനുഷ്യന്മാരെ ജനിച്ചാന്ന് പറഞ്ഞു. സയ്യിദുന ഔലിയാക്കളും അങ്ങനെയാ, 1ഉം 2ഉം അങ്ങനെയാ. 1 നബിമാര്, 2 സിദ്ദീഖുകൾ, അത് ഔലിയാക്കന്മാര്. അവരും അങ്ങനെയാ, നന്നായി വന്നവരാ.
ഇവിടെ വന്നിട്ട് വന്നവരല്ല, നന്നായി വന്നവരാ. ചിന്തിക്ക്. ഹിജ്റ 470 ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന പെണ്ണ് ജീലാനിൽ ഒരു കുട്ടിയെ പ്രസവിച്ച്. റമളാൻ 1 ഹിജ്റ 470 റമളാൻ 1 ജീലാൻ എന്ന പ്രദേശത്ത് ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന മഹദി റമളാൻ 1 ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിക്ക് ആ ഉപ്പ കുടുംബം അബ്ദുൽ ഖാദിർ എന്ന് നാമകരണം ചെയ്തു. റമളാൻ 1 ശുദ്ധീകരിച്ച കുട്ടിക്ക് മുല അടുപ്പിച്ച് കുടിച്ചു. കുട്ടി മുല കുടിച്ചില്ല. റമളാൻ 1 വൈകുന്നേരം വരെ കുടുംബം പല നിലക്കും കിണഞ്ഞു ശ്രമിച്ചു. പക്ഷെ കുട്ടി ഒരു കുടി നേരാക്കിയില്ല. മഗ്‌രിബായ നേരത്ത് എല്ലാവരും നോമ്പ് തുറന്നു. അപ്പോൾ പറയും മനുഷ്യന്മാരെ, തല കൊടുത്തോ. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തോവർ. ഇത് റമളാൻ 1 ജനിച്ച അന്നാണ് കാട്ടിയത്. പിറ്റേ ദിവസവും ഇങ്ങനെ സുബഹിക്ക് ശേഷം മഗ്‌രിബ് വരെ കുട്ടി മുല കൊടുക്കില്ല. 3-ാം ദിവസം അങ്ങനെ, 4-ഉം അങ്ങനെ. ഖൈലാൻ നിവാസികൾ ചാലിട്ടൊഴുകി പെണ്ണുങ്ങൾ ഉമ്മുൽ ഖൈറിന്റെ കുട്ടിയെ കാണാൻ. ഉമ്മുൽ ഖൈർ വലിയ മഹദിയായിരുന്നു റളിയല്ലാഹു അൻഹാ. ഉമ്മുൽ ഖൈർ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. അത്ഭുത ബാലൻ. ജനിച്ച അന്ന് മുതൽ റമളാന്റെ പകലിൽ മുല കുടിക്കുന്നില്ല. എല്ലാവർക്കും അത്ഭുതം. 100 കണക്കിന് ഖൈലാൻ നിവാസിനികളായ പെണ്ണുങ്ങൾ ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് ഒഴുകി വന്ന് അത്ഭുത ബാലൻ, അത്ഭുതം അത്ഭുതം. പലരും ശ്രമിച്ചു നോക്കി. റമളാനിന്റെ പകലിൽ കുട്ടി മുല കുടിക്കുന്നില്ല. ചിന്തിക്ക്. നബിയാണോ? നബി. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. പിറ്റേത്തെ കൊല്ലം ഒരു വിഷയമുണ്ടായി. ശഅബാൻ അവസാനം ഖൈലാൻ നാട്ടിൽ എന്തുണ്ടായി എന്നോ? ഖൈലാൻ നാട്ടിൽ മേഘം മറയിട്ട് ശഅബാൻ അവസാന ഭാഗമെത്തിയപ്പോൾ ശഅബാനാണോ റമളാനാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു ഘട്ടം വന്നു. മാസം ഉദിച്ചോ ഇല്ലയോ? ഇങ്ങനെ ഒരു ശക്കിന്റെ ദിവസം വന്നു. ജനങ്ങൾ ബേജാറായി. ഇന്ന് ശഅബാൻ 30 റമളാൻ 1 എന്ന് തിരിച്ചറിയാത്തൊരു ഘട്ടം വന്നു. അപ്പോൾ സുബഹിയുടെ ശേഷം അയൽവാസി പെണ്ണിന് റമളാൻ ഉദിച്ചിരിക്കുന്നു, ഇന്ന് റമളാൻ തന്നെ. അന്ന് കുട്ടിക്ക് 1 വയസ്സായിട്ടേ ഉള്ളൂ. കാരണം ഫാത്തിമ ഉമ്മുൽ ഖൈർ പറഞ്ഞ് സുബഹിയുടെ അദാനു ശേഷം ഞാൻ പരീക്ഷിച്ച് എന്റെ കുട്ടിക്ക് മുല നട്ട് വായിൽ വെച്ചു കൊടുത്തു. ഫദഫാനി ബിലുത്ഫിൻ, മാർദ്ദവമായി കുട്ടി മുല നട്ട് തട്ടിക്കളഞ്ഞു. കുട്ടി മുല കുടിച്ചില്ല. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇന്ന് റമളാനാ. മാസർപ്പിക്കേണ്ടത് വലിയ 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 ഖാദിയന്മാരാ. ഇത് 1-ാമത്തെ വയസ്സിൽ നാട്ടുകാർക്ക് മാസം ഉറപ്പിച്ചു കൊടുത്തു. ആര്? മുഹദ്ദിൻ ഷെയ്ഖ്. നിങ്ങൾ ചിന്തിക്കുക മനുഷ്യന്മാരെ, ചിന്തിക്ക്. ഇത് ഹിജ്റ 470 നടന്നിട്ടുള്ള അത്ഭുതമാണ്. അതാണ് മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തോവർ. മുഅ്മിനെ വളരെ ചിന്തിക്കണം. ഇത് ലോകത്തിന്റെ അത്ഭുതമാണ്. ഇവരെ മാറ്റിവെച്ചാൽ പിന്നെ ദീനില്ല. ഇവരാണ് ദീൻ. ഇവരാണ് അല്ലദീന അൻഅംത അലൈഹിം. ചിന്തിക്ക്. ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അല്ലദീന അൻഅംത അലൈഹിം. ഖുർആനിന്റെ മർമ്മപ്പെട്ട വിഷയങ്ങൾ തന്നെ. അല്ലദീന. ചെറുപ്പക്കാരൊക്കെ ഉറക്കെ ശബ്ദമൊക്കെ പുറത്തു വന്നോട്ടെ. റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. ഒന്ന് പുറത്ത് വന്നോട്ടെ. ഒച്ചയൊക്കെ ചാടട്ടെ പുറത്ത്. ശബ്ദത്തിനുള്ളിലെ ഒരു സക്കാത്ത്. ഒന്ന് ഉഷാറായി. ഫിൽ ഖിസാമി
يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم لم دائما أبدا والطف بعبدك في دارين إن له صبرا ما تدعوه الأهوال ينهزم صل وسلم دائما أبدا واغفر لصحبي صلاة منك دائمتي على النبي بمنهل ومنسجم وسلم دائما أبدا حبيبك خير وأذن لصحبي صلاة النبي بمنهل ومنسجم صل وسلم دائما أبدا والآل والصحب هم التابعين لهم أهل التقى والنقاء والعلم والكرم لم دائما أبدا ما رنحت عذابا تلباني ريح صبا وأطراب العيسى بالعيس بالنغم يا صل وسلم دائما أبدا ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولا صل وسلم دائما سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم صل وسلم على حبيبك خير يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى واغفر لنا ما مضى يا واسع الكرم ما قصدنا واغفر لنا ما مضى يا واسع الكرم مولا صل وسلم دائما أبدا بك خير للخلق كلهم صلاة وتسليم على المصطفى صلوا